ഹായ് കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കേക്കൊക്കെ കഴിച്ചിട്ട് ബാക്കി വരുന്ന കേക്ക് ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളയല്ലേ, നമുക്ക് അതുകൊണ്ട് അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ബോർഡ് ഇല്ലാത്തവർ ഒരു കാർഡ് ബോർഡിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ കേക്ക് ബോർഡ് എടുക്കുക, ഇതുപോലെ ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇതുപോലെ ഗ്രീൻ കളറിലെ പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുന്ന പോലെ ഒരു ചെടിയുടെ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് 2 കളർ പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. ഞാനപ്പോൾ ഓറഞ്ചും മഞ്ഞയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈ ആണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മടക്കി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വെട്ടി തന്നെ കുറേ ബട്ടർഫ്ലൈനെ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കുറേ കിട്ടും. ഇനി അടുത്തത് കുറച്ച് തെർമോകോളിൻ്റെ ബോൾസ് എടുക്കുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ പിസ്തയുടെ ഷെല്ലായാലും മതി കേട്ടോ, അല്ലെങ്കിൽ വരച്ചു കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. മാക്സിമം ഈ പറയുന്ന തെർമോകോളിൻ്റെ ബോൾസ് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അത് ഒരു പൂവൊക്കെ പോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ ഒട്ടിക്കണം. ഞാനിവിടെ പല കളറായിട്ടും ഒറ്റ കളറും യൂസ് ചെയ്തിട്ടൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ ഒരു ഫ്ലവർ നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? തീർന്നില്ല, ഇനി നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമുക്ക് അടിപൊളി ഒരു വോൾ ഡെക്കോർ കിട്ടി കേട്ടോ. എങ്ങനെ കാണാൻ അടിപൊളിയല്ലേ? നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ. താങ്ക്